ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ഇന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക്. മഹാരാഷ്ട്രയിൽ മഹായുതി സഖ്യവും ഝാർഖണ്ഡിൽ INDI സഖ്യവും അധികാരത്തിലേക്ക്. സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവം. ഉപതെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് പ്രിയങ്ക ഗാന്ധി. ചേലക്കര നിലനിർത്തി LDF, പാലക്കാട് കൈവിടാതെ UDF. 3 ദിവസത്തെ സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഇന്ന് ഇറ്റലിയിലെത്തും. നിർണായക വിഷയങ്ങളിൽ ആഗോള സമൂഹം ഇന്ത്യയെ ഉറ്റുനോക്കുന്നതായി വിദേശകാര്യമന്ത്രി. ബോർഡർ ഗവാസ്കർ ട്രോഫി ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 3ാം ദിനമായ ഇന്ന് അല്പസമയത്തിനകം ഇന്ത്യ ഇന്നിംഗ്സ് പുനരാരംഭിക്കും. സന്തോഷ് ട്രോഫി ഫൈനൽ ഉറപ്പിക്കാൻ കേരളം ഇന്ന് പുതുച്ചേരിയെ നേരിടും. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ഇന്ന് ചേരും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം. സമ്മേളനത്തിൽ ലോക്സഭയുടെയും രാജ്യസഭയുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ സർക്കാർ തേടും. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും യോഗത്തിൽ പങ്കെടുക്കും. നാളെ ആരംഭിക്കുന്ന ശീതകാല സമ്മേളനം ഡിസംബർ 20 വരെ തുടരും. ഭരണഘടനാ ദിനം ആചരിക്കുന്നതിനാൽ നവംബർ 26-ന് പാർലമെന്റ് സമ്മേളനമുണ്ടാകില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11-ന്. പരിപാടിയുടെ 116-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലും പരിപാടി തത്സമയം ലഭ്യമാകും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലും മൻ കി ബാത് കേൾക്കാം. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 288 സീറ്റിൽ 230 സീറ്റുകളിൽ വിജയിച്ച് BJP നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യം അധികാരം നിലനിർത്തി. മഹാരാഷ്ട്രയിൽ 132 സീറ്റുകളാണ് BJP ഒറ്റയ്ക്ക് നേടിയത്. ശിവസേന ഏക്നാഥ് ഷിൻഡെ വിഭാഗം 57-ഉം NCP അജിത് പവാർ വിഭാഗം 41 സീറ്റുകൾ നേടി. ഝാർഖണ്ഡിൽ ആകെയുള്ള 81-ൽ 56 സീറ്റിൽ വിജയിച്ചാണ് INDI സഖ്യം അധികാരമുറപ്പിച്ചത്. ഇവിടെ JMM 34-ഉം കോൺഗ്രസ് 16-ഉം RJD 4-ഉം സീറ്റുകൾ നേടി. രാജ്യത്തെ ജനങ്ങൾ വികസനത്തിനാണ് പ്രാധാന്യം നൽകുന്നതെന്നതിന്റെ തെളിവാണ് ഉപതെരഞ്ഞെടുപ്പുകളിൽ NDA സഖ്യത്തിന്റെ വിജയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹിയിൽ BJP ആസ്ഥാനത്ത് പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. आज देश के अनेक राज्यों में उपचुनावों के भी नतीजे आए. यूपी, उत्तराखंड और राजस्थान ने भाजपा को जमकर समर्थन दिया है. असम के लोगों ने भाजपा पर फिर एक बार भरोसा जताया है. मध्य प्रदेश में भी हमें सफलता मिली है. बिहार में भी NDA का समर्थन बढ़ा है. ये दिखाता है कि देश अब सिर्फ और सिर्फ विकास चाहता है. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതോടെ മഹാരാഷ്ട്രയിലും ഝാർഖണ്ഡിലും സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവമായി. NDAയുടെ നേതൃത്വത്തിലാണ് മഹാരാഷ്ട്രയിൽ ചർച്ചകൾ നടക്കുന്നത്. ഝാർഖണ്ഡിൽ INDI സഖ്യത്തിലെ നിയുക്ത MLAമാർ ഇന്ന് റാഞ്ചിയിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ ഔദ്യോഗിക വസതിയിൽ യോഗം ചേരും. കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാനാണ് യോഗം. INDI സഖ്യത്തിലെ JMM, കോൺഗ്രസ്, RJD, CPI, ML എന്നീ പാർട്ടികളുടെ അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുക്കും. നേതൃസ്ഥാനത്തിൽ തീരുമാനമാകുന്നതോടെ ഝാർഖണ്ഡിൽ പുതിയ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം സഖ്യം ഉന്നയിക്കും. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന വയനാട് ലോക്സഭാ മണ്ഡലവും പാലക്കാട് നിയമസഭാ സീറ്റും നിലനിർത്തി UDF. ചേലക്കര നിയമസഭാ സീറ്റ് LDFും നിലനിർത്തി. വയനാട്ടിൽ 4 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് പ്രിയങ്ക ഗാന്ധി വിജയിച്ചത്. പാലക്കാട് UDFന്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ 18,840 വോട്ടിനും ചേലക്കരയിൽ LDFന്റെ UR പ്രദീപ് 12,201 വോട്ടിനും വിജയിച്ചു. കന്യംഗത്തിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച് കോൺഗ്രസിന്റെ പ്രിയങ്ക ഗാന്ധി. തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം ഗണ്യമായി കുറഞ്ഞെങ്കിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്രിയങ്ക 4,10,937 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. ആകെ പോൾ ചെയ്ത വോട്ടിൽ 6,22,338 വോട്ടും പ്രിയങ്കയ്ക്ക് ലഭിച്ചു. LDF സ്ഥാനാർത്ഥി സത്യൻ മുഖേരിക്ക് 2,11,407 വോട്ടുകൾ മാത്രമാണ് നേടാനായത്. NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന് 1,09,939 വോട്ടും ലഭിച്ചു.
തപാൽ വോട്ട് എണ്ണി തുടങ്ങിയപ്പോൾ തന്നെ പ്രിയങ്ക ഗാന്ധി വ്യക്തമായ ലീഡ് നിലനിർത്തുകയും ചെയ്തു. LDFന് മുൻവർഷത്തെ അപേക്ഷിച്ച് 71,616 വോട്ടുകളും NDA സ്ഥാനാർത്ഥിക്ക് 31,106 വോട്ടുകളുടെയും കുറവുണ്ടായി. അതേസമയം പ്രിയങ്ക ഗാന്ധിയെ വിജയായി പ്രഖ്യാപിച്ചത് കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ 2 ബൂത്തിലെ വോട്ടുകൾ എണ്ണാതെയാണ്. മെച്ചനയിലെ മേപ്പാടിയിലും ബൂത്തുകളിലെ 1,759 വോട്ടുകളാണ് യന്ത്ര തകരാറിനെ തുടർന്ന് എണ്ണാൻ കഴിയാത്തത്. വലിയ ഭൂരിപക്ഷം പ്രിയങ്കയ്ക്കുള്ളതിനാൽ ഈ വോട്ടുകൾ എണ്ണാതെ പ്രിയങ്കയെ വിജയായി പ്രഖ്യാപിക്കുകയായിരുന്നു. ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഉത്തർപ്രദേശിലെ 9 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 ബിജെപിയും 2 സമാജ്വാദി പാർട്ടിയും 1 രാഷ്ട്രീയ ലോക്ദളും വിജയിച്ചു. 7 മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന രാജസ്ഥാനിൽ 5 ബിജെപിയും 1 കോൺഗ്രസും 1 ഭാരത് ആദിവാസി പാർട്ടിയും വിജയിച്ചു. പശ്ചിമബംഗാളിൽ 6 മണ്ഡലങ്ങളിലും തൃണമൂൽ കോൺഗ്രസ് വിജയിച്ചു. അസമിൽ 5ൽ 2 ബിജെപി ജയിച്ചപ്പോൾ അസം ഗണപരിഷത്തും യുണൈറ്റഡ് പീപ്പിൾസ് പാർട്ടി ലിബറലും ഓരോ സീറ്റ് നേടി. ബീഹാറിലെ 4ൽ ബിജെപി 2ഉം ഹിന്ദുസ്ഥാനി അവാമി മോർച്ചയും ജെഡിയു ഓരോ സീറ്റും നേടി. പഞ്ചാബിലെ 4 മണ്ഡലങ്ങളിൽ 3 ആം ആദ്മി പാർട്ടിയും 1 കോൺഗ്രസും ജയിച്ചു. കർണാടകയിലെ 3 മണ്ഡലങ്ങളും കോൺഗ്രസ് നേടി. ഗുജറാത്തിലും ഉത്തരാഖണ്ഡിലും ഛത്തീസ്ഗഡിലും ബിജെപി ജയിച്ചു. മധ്യപ്രദേശിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 2 മണ്ഡലങ്ങളിൽ ബിജെപിയും കോൺഗ്രസും ഓരോ സീറ്റ് വീതം നേടി. മേഘാലയയിൽ നാഷണൽ പീപ്പിൾസ് പാർട്ടി ജയിച്ചു. സിക്കിമിലെ 2 നിയമസഭാ സീറ്റിൽ ഭരണകക്ഷിയായ സിക്കിം ക്രാന്തികാരി മോർച്ച എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. മാനവകുലത്തെ ശാക്തീകരിക്കുകയും സമൂഹത്തെ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതാണ് സാഹിത്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സാഹിത്യ ആജ് തക്കിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. മാറുന്ന സാമൂഹിക സാഹചര്യങ്ങൾക്കനുസരിച്ച് സമൂഹത്തിന്റെ സനാതനമായ മൂല്യങ്ങൾക്ക് രൂപം നൽകുന്നത് സാഹിത്യമാണെന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. मैं समझती हूँ कि लोगों के दुख दर्द में भागीदार होना साहित्य की पहली शर्त है. दूसरे शब्दों में मानवता के प्रवाह में जुड़ना साहित्य की कसौटी है. साहित्य वही है जो मनुष्यता को शक्ति प्रदान करे, समाज को बेहतर बनाए. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഇറ്റലിയിലെത്തും. G7 വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിന്റെ ഔട്ട്റീച്ച് സെഷനിൽ പങ്കെടുക്കാനായാണ് അദ്ദേഹം ഇറ്റലിയിലെ ഫിഗിയിലെത്തുന്നത്. സന്ദർശന വേളയിൽ വിവിധ G7 രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഒപ്പം റോമിൽ നടക്കുന്ന MED മെഡിറ്ററേനിയൻ ഡയലോഗിന്റെ 10ാം പതിപ്പിലും വിദേശകാര്യമന്ത്രി പങ്കെടുക്കും. നിർണായക വിഷയങ്ങളിൽ ആഗോള സമൂഹം ഇന്ത്യയെ ഉറ്റുനോക്കുന്ന രീതിയിൽ വലിയ മാറ്റങ്ങളുണ്ടായതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. 8ാമത് ഇന്ത്യ ഐഡിയാസ് കോൺക്ലേവിനെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രം കൂടുതൽ വ്യവസായ സൌഹൃദമായി. ആഗോളതലത്തിൽ നിരവധി നേട്ടങ്ങളാണ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ രാജ്യത്തുണ്ടായതെന്നും ശ്രീ ജയശങ്കർ അഭിപ്രായപ്പെട്ടു. ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ടോബ്ഗെ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഡൽഹിയിലെത്തും. നാളെ ഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്ന അദ്ദേഹം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം സ്വദേശത്തേക്ക് യാത്ര തിരിക്കും. പെർത്തിൽ നടക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 3ാം ദിനമായ ഇന്ന് ഇന്ത്യ അല്പസമയത്തിനകം ഇന്നിംഗ്സ് പുനരാരംഭിക്കും. 2ാം ദിനം കളി അവസാനിച്ചപ്പോൾ ഓസ്ട്രേലിയയ്ക്കെതിരെ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ 172 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ. 218 റൺസിന്റെ ലീഡാണ് ഇന്ത്യ സ്വന്തമാക്കിയിട്ടുള്ളത്. ആദ്യ ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ 104 റൺസിന് പുറത്തായി. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനൽ റൌണ്ട് ഉറപ്പിക്കാൻ കേരളം ഇന്ന് യോഗ്യതാ റൌണ്ടിലെ അവസാന മത്സരത്തിൽ പുതുച്ചേരിയെ നേരിടും. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 3:30-നാണ് മത്സരം. ഗ്രൂപ്പ് Hൽ 2 കളിയും ജയിച്ച് 6 പോയിന്റുമായി ഒന്നാമതാണ് കേരളം. പുതുച്ചേരിക്കെതിരെ സമനില ലഭിച്ചാൽ കേരളത്തിന് മുന്നേറാം. അടുത്ത വർഷത്തെ IPL മത്സരങ്ങൾക്കുള്ള ലേലം ഇന്നും നാളെയുമായി നടക്കും. ഇക്കുറി സൌദിയിലെ ജിദ്ദയിലാണ് ലേല നടപടികൾ നടക്കുക. ഈ വട്ടത്തെ ലേലത്തിനായി 409 വിദേശ താരങ്ങൾ ഉൾപ്പെടെ മൊത്തം 1574 കളിക്കാരാണ് ഒപ്പുവച്ചിട്ടുള്ളത്. 10 ടീമുകൾക്കും കൂടി പരമാവധി 641.5 കോടി രൂപയാണ് ലേലത്തിനായി ചിലവിടാനാകുക. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ഇന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക്. മഹാരാഷ്ട്രയിൽ മഹായുതി സഖ്യവും ഝാർഖണ്ഡിൽ INDI സഖ്യവും അധികാരത്തിലേക്ക്. സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവം. ഉപതെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് പ്രിയങ്ക ഗാന്ധി. ചേലക്കര നിലനിർത്തി LDF, പാലക്കാട് കൈവിടാതെ UDF.
3 ദിവസത്തെ സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് ഇറ്റലിയിലെത്തും. നിർണായക വിഷയങ്ങളിൽ ആഗോള സമൂഹം ഇന്ത്യയെ ഉറ്റുനോക്കുന്നതായി വിദേശകാര്യമന്ത്രി. ബോർഡർ ഗവാസ്കർ ട്രോഫി ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 3ാം ദിനമായ ഇന്ന് അല്പസമയത്തിനകം ഇന്ത്യ ഇന്നിംഗ്സ് പുനരാരംഭിക്കും. സന്തോഷ് ട്രോഫി ഫൈനൽ ഉറപ്പിക്കാൻ കേരളം ഇന്ന് പുതുച്ചേരിയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.